വരത്തിന് ഞാനില്ല. ഒരുപാട് പേര് എന്നെ വിളിച്ചും പറയുന്നുണ്ട് വരണമെന്ന്. പക്ഷേ ഫ്ലവേഴ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കിയില്ല. പിന്നെ ഞാൻ പോകുന്നത് ശരിയാക്കട്ടെ, അവർ വിളിച്ചാൽ പോവാം. പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള റിയാലിറ്റി ഷോയാണ് ടോപ്പ് സിംഗർ. ഫ്ലവേഴ്സ് ചാനൽ സംവിധാനം ചെയ്യുന്ന ഷോയിലൂടെ നിരവധി പ്രതിഭാധനരായ കുഞ്ഞു ഗായകരെയാണ് മലയാളത്തിന് ലഭിച്ചത്. അതിൽ ചിലരൊക്കെ മലയാള സിനിമയിൽ ഇതിനകം തന്നെ പാടിക്കഴിഞ്ഞു. മറ്റു ചിലർ സ്റ്റേജ് ഷോകൾ ഒക്കെയായി പ്രശസ്തിയുടെ പടവുകൾ കയറുന്നു. 5 സീസണുകൾ ഇതുവരെ നടന്നതിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നിരവധി മുഹൂർത്തങ്ങളാണ് ഷോയും അതിലെ സംഘാടകരും സമ്മാനിച്ചത്. പ്രത്യേകിച്ചും ജഡ്ജസായി എത്തുന്ന ആളുകൾ. കുട്ടികൾക്കും പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു ജഡ്ജായിരുന്നു MG ശ്രീകുമാർ, അവരുടെ MG അങ്കിൾ. കുട്ടികളെ സ്നേഹത്തോടെ ശാസിക്കുന്ന, അതിലേറെ സ്നേഹിക്കുന്ന MG അങ്കിളിനോട് അവർക്കും ഏറെ ഇഷ്ടം തന്നെയായിരുന്നു. എന്നാൽ പുതിയ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകർ തേടുന്ന ആ ഒരു മുഖമാണ് MGയുടേത്. പുതിയ ജഡ്ജസിന്റെ പട്ടികയിൽ MG ഇല്ലായിരുന്നു. MG സ്വയം ഒഴിവായതാണോ, തിരികെ ഷോയിലേക്ക് വരണം, MG ഇല്ലാതെ ഒരു രസവുമില്ല കാണാൻ എന്നിങ്ങനെ കമൻറ്റുകൾ നീളുമ്പോൾ MG തന്നെ ഒരു ദിവസം മറുപടിയുമായി എത്തി. ഫ്ലവേഴ്സിൽ നിന്നും തന്നെ ഒഴിവാക്കിയതല്ലേ, ഇനി അവർ വിളിക്കട്ടെ എന്ന്. എന്നാൽ പിന്നീട് ഇതിനെതിരെ നിരവധി ന്യൂസുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ബ്രോഡ്കാസ്റ്റ് ലീഡേഴ്സ് ടോക്ക് എന്ന പരിപാടിക്കിടയിൽ ശ്രീകണ്ഠൻ നായർ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് വൈറലായി മാറിയത്. ആ ആർട്ടിസ്റ്റ് പണം കൂട്ടിച്ചോദിച്ചു, ഇതുവരെ കൊടുത്തത് 10 കോടി. ശ്രീകണ്ഠൻ നായർ പറഞ്ഞതിങ്ങനെ. അതോടെ MG ശ്രീകുമാറിനെ പറ്റിയാണ് ഇത് എന്നുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയായിരുന്നു. ശ്രീകണ്ഠൻ നായരുടെ വാക്കുകൾ ഇങ്ങനെ: പല ആർട്ടിസ്റ്റുകളെയും വളർത്തി വഷളാക്കിയതിൽ തനിക്കുമൊരു പങ്കുണ്ട്. അവർക്ക് അർഹതപ്പെടാത്ത പണം നമ്മൾ വെച്ചു നീട്ടുകയും അതവർ പിൻകാലത്ത് ഒരവകാശമാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് വലിയ പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ മിക്ക ആർട്ടിസ്റ്റുകളും 1 രൂപ പോലും ടെലിവിഷൻ നിർമ്മാണത്തിനോ സിനിമാ നിർമ്മാണത്തിനോ കുറയ്ക്കാൻ തയ്യാറല്ല. മറ്റുള്ള ഭാഷയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറയാറുണ്ട്, നിങ്ങൾ ഒരാളിനെ, ഏതെങ്കിലും ഒരു കലാകാരനെ ഒരു ജഡ്ജായിട്ട് ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരൂ, അല്ലെങ്കിൽ നിങ്ങൾ വരാതിരുന്നോളൂ എന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അവർക്ക് പേടിയാ. അവർക്ക് പറയുന്നത് ഈ ആർട്ടിസ്റ്റ് ഞങ്ങളോട് വലതും പറയും, പ്രൊഡ്യൂസർ മോശമായി പെരുമാറി എന്ന് പറയും, നമ്മുടെ പണി പോകുമെന്ന്. ഒരു ആത്മവിമർശനം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് പല ആർട്ടിസ്റ്റുകളെയും വഷളാക്കിയതിൽ എനിക്ക് പോലും ഉത്തരവാദിത്തമുണ്ട് എന്നാണ്. കാര്യം അവർക്ക് അർഹതപ്പെടാത്ത പണം നമ്മൾ വെച്ചു നീട്ടുകയും അതവർ പിൻകാലത്ത് ഒരു അവകാശമാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, വേദികളിൽ ഇപ്പോൾ വിദേശ നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മിമിക്രിയൊന്നും പഴയ പോലെ വിറ്റുപോകുന്നില്ല. കാര്യം ആളുകൾ 150-200 പേർ അവർ പൈസ എടുത്ത പ്രോഗ്രാം നടത്തുകയാണ്. അടുത്തിടെ ഒരു സംഭവം എൻ്റെ ഓഫീസിലുണ്ടായി. ഒരു ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞു അയാൾക്ക് കുറച്ചുകൂടെ ക്യാഷ് വേണമെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ക്യാഷ് കുറയ്ക്കാനേ ഇപ്പോൾ മാർഗമുള്ളൂ, അല്ലാതെ രക്ഷയില്ല എന്ന്. നമ്മൾ ഓരോ ടെലിവിഷനിൽ വരുന്ന ഓരോരോ പ്രോഗ്രാമിൻ്റെയും വരവും ചെലവും കണക്ക് കൂട്ടിയാൽ അത് നഷ്ടമാണെന്ന് നമുക്ക് തന്നെ കാണാം. ഞാനത് ഈ മനുഷ്യനെ പറഞ്ഞു മനസ്സിലാക്കി. പുള്ളി പക്ഷേ അത് കേട്ടു നിൽക്കാൻ തയ്യാറായില്ല. പിന്നീടാണ് എൻ്റെ അക്കൗണ്ടൻ്റ് എന്നോടൊരു കാര്യം പറഞ്ഞത്. 10 കോടി രൂപയാണ് ഈ മനുഷ്യന് ഓഫീസിൽ നിന്നും കൊടുത്തിട്ടുള്ളത്. 10 രൂപ ഈ സ്ഥാപനത്തിൻ്റെ മെയിൻ ഇൻവെസ്റ്റർമാരിൽ ഒരാളായ ഗോകുലം ഗോപാലേട്ടൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് ശരിക്കും അവസ്ഥ. അപ്പോൾ നമ്മളിൽ ആരാണ് മണ്ടൻ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ടെലിവിഷൻ അവതാരകനായിട്ട് ഞാൻ നടന്ന കുറേ കാലം ഉണ്ടായിരുന്നു. ഒരു 7-8 വർഷം ഏഷ്യാനെറ്റിൽ നടന്ന ഒരു കാലം, ദൂരദർശനിലും ഉണ്ടായിരുന്നു. എന്തൊരു സമാധാനമായിരുന്നു അന്ന്, ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻറ്റ് ചെയ്യുന്നത്. ആ ആർട്ടിസ്റ്റ് MG ശ്രീകുമാറാണോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ നിന്നും ചാനൽ തന്നെ ഒഴിവാക്കിയതായി നേരത്തെ MG വെളിപ്പെടുത്തിയിരുന്നു. ഇതാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേർ ചിലർ ചർച്ചയാക്കുന്നത്. ഈ കാര്യത്തിൽ എന്നാൽ ചാനൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഏറെ ആസ്വാദകരമായി MG ചെയ്തിരുന്ന ഷോയാണ് ടോപ്പ് സിംഗർ. MGയുടെ ജഡ്ജ്മെൻറ്റും MGയുടെ കൗണ്ടറുകളും ആരാധകരെ പോലെ തന്നെ കുട്ടികളും എൻജോയ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സരസമായ ജഡ്ജ്മെൻറ്റുകളുമൊക്കെ മിസ്സ് ചെയ്യുന്നു എന്ന് ആരാധകർ ആവർത്തിക്കുമ്പോൾ ഷോ തനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഇപ്പോൾ അമൃത TVയിൽ സൂപ്പർ സ്റ്റാർ സീനിയറിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് MG ശ്രീകുമാർ.